സോ ഇതാണ് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് നേരെ കണ്ണൂരിലേക്കാണ്, കൃത്യമായി പറഞ്ഞാൽ കണ്ണൂർ തലശ്ശേരിയിലേക്കാണ് നമ്മുടെ സ്റ്റോപ്പ്. എന്തിനാ പോകുന്നതെന്ന് വഴിയെ മനസ്സിലാക്കാം. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് രാജീവും ഉണ്ട്. നേരെ എന്ത് ചെയ്യാം, കണ്ണൂരിലേക്ക്. ഒരു മണിക്കൂർ ഡിലേയിൽ ഞങ്ങൾ തലശ്ശേരി എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു ഹോട്ടൽ റൂം ഓൾറെഡി ബുക്ക്ഡാണ്. ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തൊക്കെ ഇറങ്ങി ഇവിടെ എല്ലാം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. റെയിൽവേ സ്റ്റേഷനിലെല്ലാം ഉള്ളിലെല്ലാം എല്ലാവരും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് അടുത്താണ് ഗോകുലം ഫോർട്ട്. ആ ഹോട്ടലിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. നടന്നുകൊണ്ട് ദൂരേ ഉള്ളൂ. അപ്പോൾ രാജു നേരെ പോകുന്നുണ്ട് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ കയറി എങ്ങനെയാണ് റൂമൊക്കെ എന്നൊക്കെ നോക്കണം. ഓൾറെഡി ബുക്ക്ഡാണ്. പിന്നെ അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ളതുകൊണ്ട് നോക്കട്ടെ. വേറൊരു ഫ്രണ്ട് ഓൾറെഡി വന്നു ഫാമിലിയായിട്ട്. എത്തിയിട്ടുണ്ടാവും. ബുക്കിങ്ങൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ജസ്റ്റ് ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു, എൻ്റെ ഐ ഡി കാർഡ് കൊടുത്തു. നേരെ ഇപ്പോൾ നമ്മളെന്താ റൂമിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ലിഫ്റ്റ് കയറ്റിയില്ല. റെഡിയൊക്കെ ആയി പുറത്തിറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ഫുഡ് ആയിട്ടില്ല. ഇപ്പോൾ ആയിട്ടില്ല എന്ന് വെച്ചാൽ ഇഡലി മാത്രമേ ആയിട്ടുള്ളൂ. അവർ പറഞ്ഞു ഒരു 1 hours കൂടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ എന്നിട്ടാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് നേരെ പോയി വണ്ടി തരാമെന്ന് പറഞ്ഞു. ഒരു കാർ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ പോയിട്ട് എന്ത് ചെയ്യുക, ആ കാർ എടുക്കുക. കാർ എടുത്തിട്ട് തിരിച്ചു വന്ന് ഫുഡ് കഴിക്കാമെന്നാണ് പ്ലാൻ. ഈ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ ഗ്രാൻഡ് ഫോർട്ട്. അപ്പോൾ ഞങ്ങളൊരു ഓട്ടോ എടുത്തിട്ട് നേരെ കായൽ റോഡ് അവിടെയാണ് എത്താൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. രാജീവ് അടുത്തുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതിൻ്റെ വിഷമം അവൻ്റെ മുഖത്തുണ്ട്. ഈ ചേട്ടനാണ് നമുക്ക് ഈ കാർ തന്നെ. കാർ കിട്ടി. ഈ നേരെ ഹരീഷിനെയും ഫാമിലിയും പിക്ക് ചെയ്യണം പോയി. അവിടെ നിന്ന് തന്നെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ആദ്യം ഫോർട്ട്, അത് കഴിഞ്ഞ് നേരെ പനശ്ശേരി കടന്നു. അങ്ങനെ വണ്ടിയൊക്കെ ആയിട്ട് വീണ്ടും നേരെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ഫുഡ് കഴിക്കണം. ഹരീഷും വൈഫും ഒക്കെ വെയിറ്റിംഗ് ആണ്. ഹരീഷിൻ്റെ വൈഫും ഒക്കെ വെയിറ്റിംഗ് ആണ്. പോട്ടെ. ഓർഡർ ചെയ്ത പൂരിയും വന്ന് ഇനിയിപ്പോൾ നേരെ പൂരി കഴിച്ചിട്ട് വേണം ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ അടുത്തൊരു ഫോർട്ടുണ്ട്, തലശ്ശേരി ഫോർട്ട്. അവിടേക്കാണ്. ഹരീഷും വരാനുണ്ട്. അവനെ വെയിറ്റ് ചെയ്യാം.
തലശ്ശേരി ഫോർട്ടിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ടിക്കറ്റൊന്നും ഇല്ലായിരുന്നില്ല. അകത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വെട്ടുകല്ലും ഉണ്ടാകുന്നത് വെച്ചിരിക്കുന്നത്. വെട്ടുകല്ലെന്ന് പറയുന്ന വെള്ളം സിനിമയിൽ ജയസൂര്യ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ ഒരു കല്ലുണ്ടല്ലോ, അതാണ് ഈ വെട്ടുകല്ല്. ഇവിടെയുള്ള മാക്സിമം വീടുകളിലും മതിലുകളിലും പോലും വെട്ടുകല്ല് വെച്ചിട്ടാണ് അവരൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഫോർട്ട് കണ്ടിട്ട് തിരിച്ചിറങ്ങിയാണ്. വളരെ വലുതെന്ന് പറയാൻ പറ്റത്തില്ല, കുഴപ്പമില്ല. എന്നാലും ചൂടും വെയിലൊക്കെ ആയ ശരിക്ക് ഇപ്പോൾ തിരിച്ചിങ്ങി അടുത്ത് നേരെ പോകുന്നത് പനശ്ശേരിക്കടവ് ടെമ്പിളിലേക്കാണ്. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഓൾമോസ്റ്റ് 10 മണി കഴിഞ്ഞു. നട അടയ്ക്കുന്നതിന് മുമ്പ് എത്തണം അവിടെ. ജസ്റ്റ് നേരെ ഇപ്പം അങ്ങോട്ട് പോകാം.